ഹായ്, എല്ലാ സ്ഥലത്തും ഏറ്റവും പവർ അല്ലെങ്കിൽ അധികാരമുള്ള ജോബ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കാണ്. കാരണം അവരാണ് ആ ഓർഗനൈസേഷനിലെ ഫൈനാൻഷ്യൽസ് ഡിസൈഡ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ പ്രൊഫഷണൽസ് വിചാരിച്ചാൽ മാത്രമേ പല കാര്യങ്ങൾക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. എന്തിനധികം ഒരാളുടെ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഫൈനാൻഷ്യൽ പ്രൊഫഷണൽസ് വിചാരിക്കണം. ഇന്ന് പലതും ഡിജിറ്റലായിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കിൻ്റെ ഒരുപാട് പ്രോസസ്സുകൾ ഡിജിറ്റലായി, ഡിജിറ്റൽ വാലറ്റ്സ് വന്നു, ആയിട്ടുള്ള അഡ്വൈസേഴ്സ് വന്നു ഫിനാൻഷ്യൽ മേഖലയിൽ. എന്നിരുന്നാലും ഫൈനാൻഷ്യൽ മേഖലയിലെ പല കാര്യങ്ങളും ഒരിക്കലും ഒരു ടെക്നോളജി കാരണം റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മനുഷ്യന് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ഒരുപാട് ഡൗട്ട് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ടെക്നോളജിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം അവർക്കൊരു ഹ്യൂമനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അതിനൊരു ഹ്യൂമൻ ടച്ച് ഫീൽ ചെയ്തും അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ്, ഫൈനാൻഷ്യൽ കൗൺസിലേഴ്സ്, വെൽത്ത് അഡ്വൈസേഴ്സ്, അക്കൗണ്ടൻറ്റ്സ് ഇവരെയൊന്നും ഈ അടുത്ത കാലത്തൊന്നും റീപ്ലേസ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാലം കഴിയുന്തോറും ബാങ്കിങ് മേഖലയിലും നമ്മൾ കണ്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരും. എന്നിരുന്നാലും ഫൈനാൻഷ്യൽ പ്രൊഫഷണൽസിൻ്റെ ഡിമാൻഡ് കുറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരൊറ്റ റീസൺ തന്നെയാണ് ഫൈനാൻഷ്യനെ നല്ല പൊട്ടൻഷ്യനുള്ള, നല്ല കരിയർ ഗ്രോത്ത് ഉള്ള ഇൻ ഡിമാൻഡ് കരിയറായിട്ട് മാറ്റുന്നത്. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് സൂചിപ്പിക്കുന്നത് ഫൈനാൻഷ്യൽ ജോബ്സ് ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസിൽ 12 മുതൽ 14% വരെ അടുത്ത 2 ഡിക്കേഡ് 20 വർഷത്തോളം കാണുമെന്നുള്ളതാണ്. ആവറേജ് തൊഴിൽ മേഖലയിൽ പലതും റീപ്ലേസ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ 6% മുതൽ 8% ആവറേജ് ജോബ് റേറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് വെച്ച് കണക്കാക്കുമ്പോൾ വളരെയധികം ഗ്രോത്താണ് ഫൈനാൻഷ്യൽ മേഖലയ്ക്കുള്ളത്. നല്ല ഗ്രോത്ത് തരുന്ന ഒരു മേഖലയാണ് ഫിനാൻസ് എന്നുണ്ടെങ്കിൽ ഫിനാൻസ് മേഖല എല്ലാവർക്കും പറ്റുന്നതല്ല. നമ്പേഴ്സിലും അനലിറ്റിക്സിലും പ്രോബ്ലം സോൾവിങ്ങിലും ഒക്കെ പാഷനേറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ മേഖല അഭികാമ്യം. ഫിനാൻസ് എന്ന് പറയുന്നത് കണക്ക് നോക്കുന്നത് മാത്രമോ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് ബാലൻസ് ചെയ്യുന്നതോ മാത്രമല്ല. ഇന്നത്തെ കാലത്ത് കോംപ്ലക്സ് ഫൈനാൻഷ്യൽ സിസ്റ്റംസ് മനസ്സിലാക്കുന്നതും സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്നതെല്ലാം ഫൈനാൻഷ്യൽ റോൾസിൻ്റെ ഭാഗമാണ്. ഫിനാൻസ് മേഖല ഒരുപാട് അവസരങ്ങളും തരുന്നുണ്ട്. ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, കോർപ്പറേറ്റ് ഫൈനാൻസ്, ഫൈനാൻഷ്യൽ പ്ലാനിങ്, റിസ്ക് മാനേജ്മെൻറ്റ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഫൈനാൻസ് മേഖലയിൽ എവിടെയൊക്കെ വർക്ക് ചെയ്യാം, ഫൈനാൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണ്, ഫൈനാൻഷ്യൽ മേഖലയിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്വിസ്, ഇത്രയുമാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിദ്. ഈ ചാനൽ നമ്മുടെ ഡേറ്റാ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മേൺ സ്റ്റാക്ക്, ഫൈനാൻസ്, അക്കൗണ്ടിങ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വീഡിയോയിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിൻ്റെ എയിം എന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് എന്നവർക്കും IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങളും ഏതെങ്കിലും ഒരു IT കരിയർ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 97462123. So once again, I'm Sahid. Welcome to the new video of Edu Learning. നമ്മൾ ഇന്ന് കാണുന്ന കുഞ്ഞും വലുതുമായ എല്ലാ കമ്പനികൾക്കും ഒറ്റ എയിമേ ഉള്ളൂ, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ഏതൊരു കമ്പനിയും പ്രോഫിറ്റ് ഉണ്ടാക്കി അത് നിലനിർത്തി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ബഡ്ജറ്റിങ്ങും ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റും എല്ലാം ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഫൈനാൻസ് കരിയർ ചെറുതും വലുതുമായ എല്ലാ കമ്പനികളിലും ഇന്ന് അവൈലബിൾ ആണ്. കൂടാതെ ഈ കരിയറിന് നല്ല ഗ്രോത്ത് പെർസ്പെക്റ്റീവും ഉണ്ട്. പക്ഷേ ഫിനാൻസ് കരിയർ പെർസ്യൂ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനു മുമ്പ് ഫിനാൻസ് എന്താണെന്ന് നോക്കാം. ജോബ് സെർച്ചിങ് വെബ്സൈറ്റായ ഇൻഡീഡ് ഫൈനാൻസിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കമ്പനീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ്, അതുമല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസീസ് പണം മാനേജ് ചെയ്യുന്നതും സ്പെൻഡ് ചെയ്യുന്നതും കണക്കിലാക്കുന്ന ഒരു ഫീൽഡിനെയാണ് ഫൈനാൻസ് എന്ന് പറയുന്നത് എന്നാണ്. ഈ ഫീൽഡ് ഇൻവെസ്റ്റിംഗ്, സേവിങ്, ബോറോയിങ്, ലെൻഡിങ്, പിന്നെ ബഡ്ജറ്റിംഗ് തുടങ്ങിയ ഒട്ടനവധി ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ്. പലരും ഫൈനാൻസിനെ അക്കൗണ്ടിങ്ങും ഇക്കണോമിക്സും ഒക്കെ ആയിട്ട് കരുതാറുണ്ട്. പക്ഷെ ഒരിക്കലും ഫൈനാൻസ് എന്ന് പറയുന്നത് ഇക്കണോമിക്സോ അക്കൗണ്ട്സ് അല്ല. ഫൈനാൻസും അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് കണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഫൈനാൻസും അക്കൗണ്ടിങ്ങും എക്കണോമിക്സും തമ്മിലൊരു ബന്ധവുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ്ങും എക്കണോമിക്സും എന്താണെന്ന് അടുത്തതായിട്ട് മനസ്സിലാക്കാം. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഫൈനാൻസുമായിട്ടും അല്ലെങ്കിൽ ഫൈനാൻസുമായിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു കരിയറാണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അങ്ങനെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ അക്കൗണ്ടൻ്റ് എന്ന് പറയും. ഇവരാണ് ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം മാനേജ് ചെയ്യുന്നത്. ഇനി എക്കണോമിക്സ് നോക്കണമെങ്കിൽ എക്കണോമിക്സ് എന്ന പദം കേൾക്കുമ്പോഴും പലരും ഫൈനാൻസുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. എക്കണോമിക്സ് എന്ന് പറയുന്നത് വെൽത്ത് ട്രാൻസ്ഫറും കൺസംഷനും തമ്മിലുള്ള പഠനത്തിനെയാണ് പറയുന്നത്. ഇക്കണോമിക്സുകൾ പലപ്പോഴും ലാർജ് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റ്സിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഫൈനാൻസ് എന്താണെന്നും
ഫൈനാൻസും അക്കൗണ്ടിങ്ങും എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫൈനാൻസ് മേഖലയിലെ കരിയറുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഫൈനാൻസ് മേഖലയിലെ കരിയർ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, റീറ്റെയിൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. റീറ്റെയിൽ ഫൈനാൻസ് പൊതുവെ ജനറൽ പബ്ലിക്കുമായിട്ട് ഇൻവോൾവ് ആവുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രൊഫഷൻസ് പൊതുവെ സ്മോൾ കമ്പനീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനെ ആയിരിക്കും സെർവ് ചെയ്യുന്നത്. ഈ മേഖലയിലുള്ള മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഡെസിഗ്നേഷനാണ് CFP അല്ലെങ്കിൽ സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ. സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ ആവേണ്ട മിനിമം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. അതിനുശേഷം CFP ബോർഡിൻ്റെ 1.5 വർഷത്തെ പ്രോഗ്രാം പഠിച്ച് CFP സർട്ടിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്ലാനറുടെ കീഴിൽ 6000 മണിക്കൂർ വർക്ക് ചെയ്ത് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് CFP ബോർഡിൻ്റെ തന്നെ 170 ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാം ക്രാക്ക് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ ഒരു സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ ആകത്തുള്ളൂ. ഏകദേശം 4 മുതൽ 5 വർഷത്തോളം ദൈർഘ്യമെടുക്കുന്നതാണ് ഒരു സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ ആകുക എന്നുള്ളത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫൈനാൻസ് ആണ് രണ്ടാമത്തെ കരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിനാൻസ് മേഖലയിൽ. പേര് പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ബാങ്കിൻ്റെയോ കമ്പനീസിൻ്റെയോ ലാർജ് ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നവരെയാണ് നമ്മൾ ചെയ്യുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫൈനാൻഷ്യൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് ഈ മേഖലയിലെ ഏറ്റവും മികച്ച ജോബ് എന്ന് പറയുന്നത്. +2 കഴിഞ്ഞ ഏതൊരാൾക്കും CA ഫൗണ്ടേഷൻ കോഴ്സിനും എക്സാമിനും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഇൻ്റർമീഡിയറ്റ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്യണം. അതും പാസ്സായി കഴിഞ്ഞാൽ ഏതെങ്കിലും CAയുടെ കീഴിൽ 3 വർഷം ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം. അതിനുശേഷം CA ഫൈനൽ കോഴ്സ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അതിൻ്റെ എക്സാം പാസ്സാവുക. ഇതിൽ നോർമലി ഒരു 5 വർഷത്തോളം എടുക്കുന്നതാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ മേഖലയിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ജോബ് നേടണമെന്നുണ്ടെങ്കിലും എഡ്യൂർ ലേണിങ്ങിൻ്റെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു 1 ഇയർ പ്രോഗ്രാം ഉണ്ട്. PG ഇൻ ഇൻ്റർനാഷണൽ ഫൈനാൻസ് ഉണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേമും ഇന്ത്യയിൽ തന്നെ മികച്ചൊരു യൂണിവേഴ്സിറ്റിയായിട്ട് ടൈപ്പായിട്ടാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത്. കഴിഞ്ഞ കംപ്ലീറ്റ് ആയ ബാച്ചിലൊക്കെ 100% പ്ലേസ്മെൻറ്റും ഗ്യാരണ്ടീഡ് ആണ് ഈ പ്രോഗ്രാമിന്. ഒരു വർഷം മാക്സിമം 30 പേരെ ഈ പ്രോഗ്രാമിലേക്ക് എടുക്കത്തുള്ളൂ. പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നിങ്ങൾക്കും ഫൈനാൻഷ്യൽ മേഖലയിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 9746211123. ഫൈനാൻഷ്യൽ മേഖലയിലാണ് ജോലി നേടാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് നിങ്ങൾക്ക് റീറ്റെയിൽ ഫൈനാൻഷ്യൽ മേഖലയാണോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫൈനാൻഷ്യൽ മേഖലയിലാണോ ജോലി നേടാൻ ആഗ്രഹമുള്ളത് എന്നുള്ളതാണ്. ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാവുന്നതാണ്. പബ്ലിക്കായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് ഉള്ളവർ, ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ബേസിക്കലി എൻ്റെ അഡ്വൈസിൽ റീറ്റെയിൽ ഫൈനാൻസ് ആയിരിക്കും ബെറ്റർ. ലൈം ലൈറ്റിൽ വരാതെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, കംഫർട്ട് ലൈഫ് ആഗ്രഹിക്കുന്നവർ, ഇൻട്രോവേർട്സ് തുടങ്ങിയവർക്കൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫൈനാൻഷ്യൽ ജോബ്സ് ആയിരിക്കും ബെറ്റർ. ഇനി ഫൈനാൻഷ്യൽ കരിയർ നിങ്ങൾക്ക് റൈറ്റ് ആണോ എന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തേന്ന് പറയുന്നത് വേർ ഡു യു വാണ്ട് ടു വർക്ക്. നിങ്ങൾ ഫൈനാൻസ് അല്ല ഏത് കരിയർ തിരഞ്ഞെടുക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് ഈ ഒരു ചോദ്യത്തിന് തോന്നുന്നത്. കാരണം നമ്മുടെ എൻവയോൺമെൻറ്റ് നമ്മുടെ ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു മെട്രോപൊളിറ്റൻ ലൈഫൊക്കെയാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫൈനാൻസ് തിരഞ്ഞെടുക്കാം. അവിടുത്തെ ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനീസിലുള്ള ജോബ് നേടാനുള്ള സ്കിൽസ് നിങ്ങൾക്ക് സ്വായത്തമാക്കാം. അങ്ങനെ സ്വായത്തമാക്കാൻ സഹായിക്കുന്നതാണ് ഡെഫിനറ്റ്ലി എഡ്യൂറിൻ്റെ PG ഇൻ ഇൻ്റർനാഷണൽ ഫൈനാൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടുകാരോടും വീട്ടുകാരോടും നിങ്ങളുടെ നാട് വിട്ടു പോകാനൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗോൾഡ് ഫൈനാൻസ് കമ്പനീസ് അല്ലെങ്കിൽ ഒരുപാട് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫേംസ് അവൈലബിൾ ആണ്. സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ ബാങ്കിലൊക്കെ ജോബ് നേടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നതാണ്. രണ്ടാമതായിട്ട് നിങ്ങളോട് ചോദിക്കേണ്ടതാണ്, ഡു യു ലവ് വർക്കിംഗ് വിത്ത് നമ്പേഴ്സ് ആൻഡ് ഡേറ്റ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മനസ്സിലാക്കാനും മാർക്കറ്റ് ട്രെൻഡ്സ് അനലൈസ് ചെയ്യാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ് ഡേറ്റയൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ താല്പര്യമുണ്ട്. അത് അനലൈസ് ചെയ്തതിനു ശേഷം അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള വാല്യൂബിൾ സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്താൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫൈനാൻഷ്യൽ മേഖല നിങ്ങൾക്ക് നല്ലതായിരിക്കും. നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, ഫൈനാൻസ്, ഡേറ്റ മോഡലിംഗ്, ഫൈനാൻഷ്യൽ മോഡൽസൊക്കെ ആയിട്ട് ഡെയിലി വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണോ, പാഷനേറ്റ് ആണോ എന്നുള്ളതൊക്കെയാണ്. മൂന്നാമതായിട്ട് ഫൈനാൻഷ്യൽ മേഖല നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ഒരു കരിയറാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കണ്ടിന്യൂസ് ലേൺ ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ എന്നുള്ളതാണ്. ഫൈനാൻസ് എന്ന് പറയുന്നത് ലോകമെമ്പാടും
ഒരേ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതാണ്. അതിപ്പം US-ലാണെങ്കിലും UK-യിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഒക്കെ ഒരേ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എഡ്യൂ ലേണിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ പ്ലേസ്മെൻറ്റ്സ് നൽകാൻ പറ്റിയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിട്ട് PG ഇൻ ഇൻ്റർനാഷണൽ ഫൈനാൻസ് മാറിയത്. ഗ്ലോബൽ മാർക്കറ്റ്സും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സും റെഗുലേഷൻസും എല്ലാം ഗ്ലോബലി തന്നെ വരുന്ന മാറ്റങ്ങളായതുകൊണ്ട് തന്നെ അതെല്ലാം എല്ലാ രാജ്യത്തെയും ഫൈനാൻഷ്യൽ സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഒരു ഫൈനാൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വെൽ അവെയർ ആയിരിക്കണം, നിങ്ങൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. സോ കണ്ടിന്യൂസ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈനാൻഷ്യൽ മേഖലയിൽ. പിന്നെ നാലാമത്തെ നിങ്ങൾ ചോദിക്കാൻ പറ്റുന്ന പ്രോബ്ലം, ഡു യു എൻജോയ് പ്രോബ്ലം സോൾവിങ് എന്നുള്ളതാണ്. ഫിനാൻസിലെ പല ജോബ് റോൾസും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനും സ്ട്രാറ്റജിക്കലി തിങ്ക് ചെയ്യാനും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് ടേം ഈ ഒരു കരിയറിൽ ശോഭിക്കാൻ സാധിക്കത്തുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും ടെൻഷനിലും സ്ട്രെസ്സിലും ഒക്കെ എത്തിക്കാൻ ഉള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ഗ്രോത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഇഷ്ടമാണോ, പ്രഷർ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഇഷ്ടമാണോ, അതൊരു കംഫർട്ട് സോണിൽ നിൽക്കുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം എന്നൊക്കെ തീരുമാനിച്ച് എന്നിട്ടൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം മാത്രം ഫൈനാൻഷ്യൽ കരിയർ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ളത് ചിന്തിക്കുക. സോ അഞ്ചായിട്ട് നിങ്ങൾ ചോദിക്കേണ്ടതാണ് വർക്ക് ലൈഫ് നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഫിനാൻസ് കരിയറിൽ എക്സ്പീരിയൻസ് നേടുന്നതനുസരിച്ച് ഡെഫിനറ്റ്ലി വർക്ക് ലോഡും നിങ്ങൾക്ക് അതിനോട് ചിലവഴിക്കേണ്ട സമയം കൂടും, നിങ്ങൾക്കുള്ള കമ്മിറ്റ്മെൻറ്റ് ആ മേഖലയിൽ കൂടും. പലപ്പോഴും ചിലപ്പം ട്രാവലിങ്ങും ലോങ് അവേഴ്സ് ഓഫ് വർക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ കുറച്ച് നാളത്തേക്ക് നിങ്ങളുടെ പേഴ്സണൽ ടൈം കരിയർ അഡ്വാൻസിന് വേണ്ടിയിട്ട് ത്യജിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫൈനാൻസ് നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഓപ്ഷൻ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരുപാട് കരിയർ ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം എന്താ പറയുക, റിസീവബിൾ മാനേജർ, അക്കൗണ്ട്സ് പേബിൾ മാനേജർ എന്നൊക്കെ പറഞ്ഞ ജോബ് റോളിൽ പല സ്ഥലത്തും വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഫൈനാൻസിലെ 10 കരിയർ ഓപ്ഷൻസ് ഏതാണെന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ഇനിയും ഡൗട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ ഫൈനാൻസ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ക്വിസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി ഈ ക്വിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ റിസൾട്ട് എന്ത് തന്നെയാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോ ലഭിക്കാനായിട്ട് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.